നമസ്കാരം. കൊച്ചിൻ ചാനൽ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ജിനു ശരത്. പ്രധാന വാർത്തകൾ. കൈക്കൂലി ആരോപണത്തെ തുടർന്ന് അരൂർ വില്ലേജ് ഓഫീസിൽ കയ്യാങ്കളിയും സംഘർഷവും. അറിവ് ആയുധമാണെന്നും അത് ഫലപ്രദമായി ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും കഴിയണമെന്ന KN ഉണ്ണികൃഷ്ണൻ MLA. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിക്കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുങ്കം പാലത്തിന്റെ നവീകരണം നിലച്ചിട്ട 4 മാസം. സംസ്ഥാനത്ത് 7780 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63192 സാമ്പിളുകൾ പരിശോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൈക്കൂലി ആരോപണത്തെ തുടർന്ന് അരൂർ വില്ലേജ് ഓഫീസിൽ കയ്യാങ്കളിയും സംഘർഷവും. വില്ലേജ് ജീവനക്കാരും പരാതിക്കാരും CPI മണ്ഡലം സെക്രട്ടറിയും തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ. നാട്ടുതോടിനു സമീപം പൂഴിയിറക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പണം ആവശ്യപ്പെട്ടെന്നാരോപിച്ച് അരൂർ വില്ലേജ് ഓഫീസിൽ തർക്കവും സംഘർഷവും. സംഭവത്തെ തുടർന്ന് വില്ലേജ് ഓഫീസറടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും CPI മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാർ, പരാതിക്കാരനായ അരൂർ സ്വദേശി നാസർ എന്നിവരെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 3-നാണ് സംഭവം. ദേശീയപാതയോരത്തെ ഓഫീസിലുണ്ടായ സംഭവം അറിഞ്ഞ് നിരവധി ആളുകളും അരൂർ പോലീസും സ്ഥലത്ത് നിരവധി ആളുകളും തടിച്ചുകൂടി. സംഭവം അറിഞ്ഞ് അരൂർ പോലീസ്, ചേർത്തല തഹസീൽദാർ R ഉഷ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നാസർ എന്ന വ്യക്തി വീടിനോട് ചേർന്ന തോടരികിൽ പൂഴിയിറക്കിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങിയത്. പരാതി ലഭിച്ചപ്പോൾ പൂഴി ഇറക്കുന്നതിന് വില്ലേജ് ഓഫീസ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകി. തുടർന്ന് നടപടി എടുക്കാതിരിക്കാനും നിയമപ്രകാരം ക്രമപ്പെടുത്താനും പണം ചോദിച്ചു എന്നാണ് നാസർ കൊച്ചിൻ ചാനലിനോട് പറഞ്ഞത്. ഞാൻ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്ന സർട്ടിഫിക്കറ്റ് മാറ്റിത്തരാമെന്ന് പറയുകയും അതിന് കൈക്കൂലി വേണമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ CPIയുടെ മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാറിന് വിവരം അറിയിക്കുകയും സഖാവ് ഇവിടെ ആ സമയത്ത് എത്തിക്കോളാമെന്ന് പറയുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതുമായിട്ട് ഓഫീസിൽ എത്തുന്നതിന് മുമ്പായിട്ട് അജിച്ചേട്ടൻ വിവരം അറിയിക്കുകയും അജിച്ചേട്ടൻ ഇവിടെ സ്ഥലത്തെത്തുകയും ഈ കൈക്കൂലി കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കരുതെന്ന് പറഞ്ഞ് കൈ കയറി പിടിക്കുകയും ഉണ്ടായി. ഇക്കാര്യം അറിയിച്ചപ്പോൾ അത് ചോദിക്കാനാണ് CPI മണ്ഡലം സെക്രട്ടറി വില്ലേജ് ഓഫീസിലെത്തിയത്. എന്നാൽ തർക്കം മൂത്തതോടെ കാര്യങ്ങൾ കയ്യാങ്കളിയിലെത്തി. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആ വകുപ്പ് കൈയാളുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. അരൂർ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരെ സംബന്ധിച്ച് വ്യാപകമായ പരാതി നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തി എന്നതാണ് അരൂർ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്ന് ഇവർ പറയുന്നു. അയാൾ പറഞ്ഞ് ശരി ഓഫീസറെ കാണണം, അങ്ങനെ കാര്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഞാനും പഴയ പോലെയുള്ള ബിസിനസ്സൊക്കെ മോശമാണ് എന്ന നിലയിൽ എന്നോട് നാസർ പറഞ്ഞത്. അപ്പോൾ നാസർ പറഞ്ഞു, ചേട്ടാ ഞാൻ കാശ് കൊടുക്കുന്ന സമയത്ത് ചേട്ടനെ ഞാൻ വിളിച്ചേക്കാം, ചേട്ടൻ അവിടെ വന്നം കേട്ടാന്ന് പറയും. അതുപോലെ തന്നെ 3:45-4 മണിയായപ്പോൾ നാസർ പറഞ്ഞ്, ചേട്ടാ എവിടെയുണ്ട്, ഞാൻ ദേ വില്ലേജ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വില്ലേജ് അപ്പുറത്ത് മാറി നിന്നു. നാസർ എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ അസിസ്റ്റൻ്റ് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ അകത്തോട് കയറാനുണ്ട്. ഞാനും പുറകെ ചെന്നു. പുറകെ ചെല്ലുകയും ഇയാൾ വാതിൽ തുറന്നിട്ട് നാസറിനോട് ഈ കാശ് വാങ്ങുകയാണ്. ഞാനപ്പോൾ കടന്നു കയറി നാസറിൻ്റെ കയ്യെ കയറി പിടിച്ചു. നാസറിൻ്റെ കയ്യെ പിടിച്ചു. അപ്പോൾ ഈ വില്ലേജ് അസിസ്റ്റൻ്റ് എൻ്റെ കയ്യേറ്റൊരു തട്ട് കിട്ടും. പിന്നെ പുറത്തുനിന്ന് വന്ന വില്ലേജ് ഓഫീസർ ആളെല്ലാം കൂടി നാസറെ കയറി പിടിക്കുകയാണ് ഇത്. സ്ഥലം സന്ദർശിച്ച തഹസീൽദാർ ഇതിന് സമാനമായ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ളത്. ഇരുകൂട്ടരും അരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ മഹേഷ്, ഉദ്യോഗസ്ഥരായ M ശ്രീകുമാർ, ജോണി എന്നിവരാണ് തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. എന്നാൽ പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് വിവരം തിരക്കാനെത്തിയ പൊതുപ്രവർത്തകരായ തന്നെ ആക്രമിച്ചുവെന്നാണ് അജിത് കുമാർ കൊച്ചിൻ ചാനലിനോട് പറഞ്ഞത്. ഇദ്ദേഹവും നാസറും തുറവൂർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട്. ജീവനക്കാർക്ക് നേരെ നടന്ന അക്രമത്തിൽ ജോയിന്റ് കൗൺസിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എരമല്ലൂർ. അറിവ് ആയുധമാണെന്നും അത് ഫലപ്രദമായി ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും കഴിയണമെന്ന KN ഉണ്ണികൃഷ്ണൻ MLA. എറണാകുളം കടവന്ത്ര റോഷൻ മെമ്മോറിയൽ ലൈബ്രറിയുടെ 3-ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അറിവ് നമ്മുടെ ആയുധമാണെന്നും അത് ഫലപ്രദമായി ഉപയോഗിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും കഴിയണമെന്നും KN ഉണ്ണികൃഷ്ണൻ MLA അഭിപ്രായപ്പെട്ടു. കടവന്ത്ര റോഷൻ മെമ്മോറിയൽ ലൈബ്രറിയുടെ 3-ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വിമോചിതമായിട്ടുണ്ടാകില്ല എന്ന് നമുക്ക് അറിയാം. റോഷനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചെല്ലാമുള്ള ഓർമ്മകൾ ഒരു കടലിരമ്പം പോലെ എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഉയർന്നു വരുന്ന നിമിഷങ്ങളാണ്.
ഈ ലൈബ്രറിയും അതിൻ്റെ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ നടക്കുന്നത് വഴി റോഷൻ മരിക്കുന്നില്ല, അദ്ദേഹം നമ്മളിലൂടെ ഓർമ്മകളായി അദ്ദേഹം ജീവിക്കുന്നു എന്നാണ് നമ്മുടെ ഈ ലൈബ്രറി പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പോകുന്നു എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. തീർച്ചയായും ഗുരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട, പുതുതല്ല പഴയതും ആയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് വിജ്ഞാനധാരികളായ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ. ആധുനിക കാലത്ത് അറിവ് നേടാൻ ഒട്ടേറെ സാങ്കേതിക വിദ്യകളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവകലാശാല ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. അറിവ് ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും KN ഉണ്ണികൃഷ്ണൻ MLA പറഞ്ഞു. കടവന്ത്ര മട്ടലിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമായാണ് റോഷൻ മെമ്മോറിയൽ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. കടവന്ത്ര SNDP ഹാൾ നടന്ന ചടങ്ങിൽ മഹാരാജ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർമാരായ മാലിനി കുറുപ്പ്, ആനണി പൈനന്തറ, ഹരിശ്രീ പ്രവീൺ, KK മാധവൻ, AK ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ എറണാകുളം. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുങ്കം പാലത്തിന്റെ നവീകരണം നിലച്ചിട്ട 4 മാസം. മഹാത്മാ സാംസ്കാരിക വേദി പ്രവർത്തകർ പാലത്തിന് വേണ്ടിയെടുത്ത അഗാധമായ കുഴിയിൽ കിടന്നുറങ്ങി പ്രതിഷേധിച്ചു. കൊച്ചിയുടെ ചരിത്രത്തിന്റെ ഭാഗമായ ചുങ്കം പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി പാലം പൊളിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പ്രവർത്തനം നിലച്ചിട്ട് 4 മാസങ്ങൾ പിന്നിടുന്നു. പാലം പൊളിച്ചതോടെ ഇരുകരകളിലുമുള്ള നാട്ടുകാർ യാത്രാ ദുരിതം പേറുകയാണ്. പാലത്തിനായി കുഴിച്ച അഗാധമായ കുഴിയിൽ വീണ് അപകടങ്ങളും ഇവിടെ പതിവാകുകയാണ്. പൊടിശല്യത്തെ തുടർന്ന് സമീപത്തെ താമസക്കാരും കച്ചവടക്കാരും ദുരിതത്തിലാണ്. കൊച്ചിയിലെ 3 പാലങ്ങളാണ് CSML അധികൃതർ ഒരേ സമയം പൊളിച്ചിട്ടിരിക്കുന്നത്. യാത്രാ ദുരിതം മൂലം ജനം പൊറുതിമുട്ടുമ്പോഴും അധികൃതർ മൗനം അവലംബിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഹാത്മാ സാംസ്കാരിക വേദി പ്രവർത്തകർ ചുങ്കം പാലത്തിലെ വലിയ കുഴിയിൽ കിടന്നുറങ്ങി പ്രതിഷേധിച്ചു. ചെയർമാൻ ഷമീർ വളപത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പാലം നന്നാക്കുവാൻ വേണ്ടി മാസങ്ങളോളമായി പൊളിച്ചിട്ടിരിക്കുന്നു. പൊളിച്ചിട്ടേക്കണ മാത്രമല്ല, ആഴമായ കുഴികളാണ് ഈ റോട്ടിലുള്ളത്. കാരണം നമുക്കറിയാം, ഇതിന് തന്നെ ഒരുപാട് പുരാണ ചരിത്രങ്ങൾ തന്നെയുള്ള ഒരു പാലമാണ് ഇവിടെ ഈ പാലം. ആ പാലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പോലും മറന്നുകൊണ്ട് തന്നെ ഈ പാലം പുതുക്കി പണിയുവാൻ വേണ്ടി ഇത്രയും ഗർത്തത്തിൽ കുഴിയെടുക്കുകയും അതിനൊരു തീരുമാനമില്ലാതെ ഇതേ അവസ്ഥയിൽ തന്നെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം, തൊട്ടപ്പുറത്ത് ബസാറാണ്, ഒരുപാട് വർക്കുകൾ നടക്കുന്ന ഒരു ബസാറ്. ആ ബസാറിലേക്ക് വരുന്ന വണ്ടികൾ ഇതുവഴി കയറാൻ കഴിയാത്ത അവസ്ഥയിൽ ഒറ്റ വഴികളിൽ മാത്രം വരുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. R ബഷീർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഇജാസ്, സെബാസ്റ്റ്യൻ, ഷീജ സുധീർ, അസ്കർ ബാബു, സുനിത ഷമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. സംസ്ഥാനത്ത് 7780 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,192 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.31%. 21,134 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 7780 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ല 1403, തിരുവനന്തപുരം 858, കോഴിക്കോട് 746, തൃശൂർ 692, കോട്ടയം 661, കൊല്ലം 604, ആലപ്പുഴ 486, മലപ്പുറം 444, ഇടുക്കി 434, പത്തനംതിട്ട 386, പാലക്കാട് 363, വയനാട് 324, കണ്ണൂർ 282, കാസർഗോഡ് 97 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,97,630 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 21,134 പേർ രോഗമുക്തരായി. 18 മരണങ്ങളാണ് COVID-19 മൂലമാണ് എന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. രേഖകൾ വൈകി ലഭിച്ച 43 മരണങ്ങളും അപ്പീൽ നൽകിയ 130 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ
സംസ്ഥാനത്തെ ആകെ മരണം 63,529. ന്യൂസ് ഡെസ്ക് കൊച്ചിൻ ചാനൽ. 37 വർഷത്തിനു ശേഷം എറണാകുളത്ത് നടക്കുന്ന CPM പാർട്ടി സമ്മേളനം വൻ വിജയമാക്കാൻ ജില്ലയുടെ ഓരോ മുക്കിലും മൂലയിലും ആവേശകരമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. CITU എളംകുളം ചുമട്ട് ബ്രാഞ്ച് യൂണിയൻ ആനയുടെ പ്രതീകാത്മക രൂപം നിർമ്മിച്ചുകൊണ്ടാണ് സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രചരണം GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. 37 വർഷത്തിന് ശേഷം എറണാകുളത്ത് നടക്കുന്ന CPM പാർട്ടി സംസ്ഥാന സമ്മേളനം വൻ വിജയമാക്കാൻ ജില്ലയുടെ ഓരോ മുക്കിലും മൂലയിലും ആവേശകരമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. CITU എളംകുളം ചുമട് ബ്രാഞ്ച് യൂണിയൻ ആനയുടെ പ്രതീകാത്മക രൂപം നിർമ്മിച്ചുകൊണ്ടാണ് സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രക്തസാക്ഷികളുടെയും മൺമറഞ്ഞ പ്രാദേശിക പ്രവർത്തകരുടെയും സ്മരണകൾ ഉണർത്തി നടക്കുന്ന പ്രചരണം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഏറെ ആവേശമാവുകയാണ്. ഇതിനു പുറമെയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത പ്രചരണങ്ങളുമായി CPM പോഷക സംഘടനകളും രംഗത്തെത്തിയത്. GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KU ബാബു അധ്യക്ഷത വഹിച്ചു. ആന നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഇടയ്ക്ക് പറയാറുണ്ട്, കേട്ടിട്ടുള്ളത്. ആന വന്നു കൃഷി നശിപ്പിച്ചു. അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വിൽക്കാൻ ആനയ്ക്ക് പറ്റാതെ ആന നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അത് കാട് നശിപ്പിച്ചതും ജീവികൾക്ക് അവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് കൊറോണ പോലും അങ്ങനെ ഉണ്ടായതാണ്. വല്ല വനജീവികളുടെയൊക്കെ ഉള്ളിൽ കഴിയുന്ന വൈറസിന് അതില്ലാണ്ടായപ്പോൾ കൊട്ടകയിൽ പോകണ്ടേ, വന്നു ചെയ്തത് ഇങ്ങോട്ടായി പോയി. വലിയ പൊളിറ്റിക്സാണ്. പക്ഷേ ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത് പ്രകൃതിയോടുള്ള മനുഷ്യന്റെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തിന്റെ ഭാഗമാണ്. പ്രകൃതിയോട് എങ്ങനെ പെരുമാറുന്നതിന്റെ പാഠമാണ് കൊറോണ. അതിൽ ഏറ്റവും ആദ്യത്തെ പാഠം എഴുതിയ ആളുടെ പേരാണ് നിങ്ങൾക്കറിയാവുന്ന ഒരാളുണ്ട്. ആളുടെ പേരെന്താണ്? പ്രകൃതിയോട് നന്നായി പെരുമാറണമെന്ന് ആദ്യം പഠിപ്പിച്ചതാരാ? ഓരോരുത്തരും പറഞ്ഞ ഞാനല്ല, അതെനിക്കറിയാം. കാൾ മാർക്സ്. പ്രകൃതിയോടുള്ള ഇടപെടൽ മര്യാദയ്ക്ക് അവിടെ നമ്മളുടെ കാലം കഴിയുമല്ലോ. ഈ നിൽക്കുന്ന ആളുകളെല്ലാം 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. 100 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാവും. സെക്രട്ടറി BB പ്രസാദ്, പാർട്ടി ഏരിയ സെക്രട്ടറി C. മണി, ചുമട് ജില്ലാ ജനറൽ സെക്രട്ടറി KM അഷ്റഫ്, അഡ്വക്കേറ്റ് N. സതീഷ്, T. മായാദേവി, 63-ാം ഡിവിഷൻ കൗൺസിലർ ബിന്ദു ശിവൻ, കബനി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ എറണാകുളം. ജീവകാരുണ്യ പ്രവർത്തനത്തിന് പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രി ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പാലിയത്തറയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോപ്പുംപടി യൂണിറ്റ് ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോപ്പുംപടി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫാത്തിമ ആശുപത്രിയിലെ ഡയറക്ടറായ ഫാദർ സിജു ജോസഫിനെ ആദരിച്ചത്. KJ മാക്സി MLA ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ഫാദർ സിജു ജോസഫിന് ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു. പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതിനൊക്കെ പറ്റിയാണ് ഇവിടെ പ്രസിഡന്റ് ലത്തീഫ് സൂചിപ്പിച്ചത്. ഒരു സംഘടന നിലക്ക് ആ സംഘടനയിലുള്ള ആൾക്കാരുടെ സംരക്ഷണവും അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയിൽ കൂടി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ് ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോമ്പടി യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ലത്തീഫ് സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കടന്നു കയറിയപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസ അവാർഡുകളും തോപ്പുംപടിയിലെ വലിയ സ്വപ്നമായിരുന്ന സമാന്തര പാലം, അതിനുവേണ്ടി ആദ്യം തുടക്കം പൊളിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആയിരുന്നു നമുക്കറിയാം. ഇവിടെ ഇപ്പം അച്ഛനെ ഒന്ന് ആദരിക്കണമെന്ന് ലത്തീഫ് പറഞ്ഞു. പ്രസിഡന്റ് SA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. PR ബാബു, MRN പണിക്കർ, KB ലോറൻസ്, KJ ഫ്രാൻസിസ്, CP കിഷോർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി. എറണാകുളം മരട് വളന്തക്കാട് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ദ്വീപിലേക്ക് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പാലം വിവിധ കാരണങ്ങളാൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ദ്വീപിൽ താമസിക്കുന്ന 45ഓളം പട്ടികജാതി കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് വളന്തക്കാട് പാലം. എറണാകുളം മരട് വളന്തകാട് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ദ്വീപിലേക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന
പാലം വിവിധ കാരണങ്ങളാൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. വളന്തകാട് ദ്വീപിൽ താമസിക്കുന്ന 45ഓളം പട്ടികജാതി കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് വളന്തകാട് പാലം. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പദ്ധതി നിരവധി വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങിയാണ്. MLA കെ ബാബുവും മരട് നഗരസഭയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും കെല്ലിനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഫലമായി കെല്ലിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ, വൈസ് ചെയർപേഴ്സണും ഡിവിഷൻ കൗൺസിലറുമായ അഡ്വക്കേറ്റ് എസ്മി സനൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകലാധരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നിലവിൽ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ എറണാകുളം. പശ്ചിമ കൊച്ചി മേഖലയിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. വൈറൽ പനിയും ആശങ്ക ഉയർത്തുകയാണ്. പടിഞ്ഞാറൻ കൊച്ചിയിൽ വൈറൽ പനിക്കൊപ്പം എലിപ്പനിയും ഡെങ്കിപ്പനിയും ആശങ്ക പരത്തുന്നു. കൊറോണ മഹാമാരി ആശങ്കയ്ക്ക് പിന്നാലെ വൈറൽ പനി പകർച്ച പശ്ചിമ കൊച്ചിയിൽ വ്യാപകമാകുകയും തുടർന്നാണ് കൊതുക് മൂലമുള്ള ഡെങ്കിപ്പനി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. മഞ്ഞും മഴയും മൂലം കൊതുക് പെരുകിയതും മാലിന്യ കൂമ്പാരങ്ങളും വീടുകൾക്ക് സമീപം വെള്ളം കെട്ടി നിർത്തുന്നതും കൊതുക് വളർച്ചയ്ക്ക് ഇടയാക്കിയതായി ആരോഗ്യ ശുചീകരണ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കകം പശ്ചിമ കൊച്ചിയിൽ എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തതോടെ ജനം ഭീതിയിലായി. കരുവേലിപ്പടി മഹാരാജാസ് സർക്കാർ ആശുപത്രിയിലാണ് എലിപ്പനിയുമായി 2 പേർ ചികിത്സ തേടിയത്. സ്വകാര്യ ആശുപത്രിയിലും എലിപ്പനി ലക്ഷണവുമായി രോഗികൾ ചികിത്സയിലുണ്ട് എന്നാണ് അറിയുന്നത്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, മുണ്ടമ്പേലി, തോപ്പുംപടി മേഖലയിൽ ഡെങ്കിപ്പനിയും കണ്ടെത്തിയിട്ടുണ്ട്. വൈറൽ പനി, ഡെങ്കിപ്പനി എന്നിവയ്ക്ക് പിന്നാലെ എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പും ആരോഗ്യ പ്രവർത്തകരും ബോധവൽക്കരണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ഇനി ഇടവേള. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി മീര ഒപ്റ്റിക്കൽസ് 4 ബ്രാഞ്ചുകളോടെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു. മീര ഒപ്റ്റിക്കൽസ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, തോപ്പുംപടി. അതിനൂതനമായ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് തികച്ചും സൗജന്യമാണ്. ഡോക്ടറുടെ സേവനം എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ ദിവസവും ലഭ്യമാണ്. റെയ്ബാൻ, കരീര, ക്രിസൽ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ ഫ്രെയിം, ലെൻസ്, സൺഗ്ലാസ്, കോൺടാക്ട് ലെൻസ് തുടങ്ങിയവ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉന്നത ഗുണനിലവാരവും കൃത്യമായ ആഫ്റ്റർ സെയിൽ സർവീസും ഞങ്ങൾ ഉറപ്പുതരുന്നു. ഫ്രെയിം 5252. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയിൽ കൂടുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും LICയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയിൽ കൂടുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ചു. നിലവിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പുറമെ അപകടം മൂലം സംഭവിക്കുന്ന സ്ഥിരം അംഗവൈകല്യത്തിന് 25,000 രൂപയുടെ പരിരക്ഷ കൂടി ലഭിക്കുന്നതാണ് പുതിയ ആനുകൂല്യം. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായും LICയുമായും ചേർന്നാണ് അയൽക്കൂട്ട അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി കുടുംബശ്രീ നടപ്പിലാക്കിയിട്ടുള്ളത്. 2022-23 വർഷത്തേക്ക് അയൽക്കൂട്ട അംഗങ്ങൾക്കുള്ള ജീവൻ ദീപം ഒരുമ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലാണ് പുതിയ പരിരക്ഷ. 2021-22 സാമ്പത്തിക വർഷത്തെ ജീവൻ ദീപം ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ഗുണഭോക്താക്കളായ 18 മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പുതിയ പദ്ധതിയുടെ ഭാഗമാകാം. പുതിയതായി ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള തീയതി പിന്നീട് അറിയിക്കും. ന്യൂസ് ബ്യൂറോ, എരമല്ലൂർ. ചെല്ലാനത്ത് ഒരുങ്ങുന്നു സുരക്ഷയുടെ വൻമതിൽ. 7 കിലോമീറ്റർ ദൂരത്തിൽ 1.25 ലക്ഷം ടെട്രാപോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. കടലേറ്റം രൂക്ഷമായ ചെല്ലാനം തീരത്ത് സുരക്ഷയൊരുക്കുവാൻ ടെട്രോപോഡുകൾ ഒരുങ്ങുന്നു. ചെല്ലാനം ആർബർ ഭാഗത്താണ് നിലവിൽ ടെട്രോപോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ജനുവരി 25-നാണ് പ്രദേശത്ത് ടെട്രോപോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ചെല്ലാനം ആർബർ മുതൽ കണ്ണമാലി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ 1.25 ലക്ഷത്തോളം ടെട്രോപോഡുകളാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയവ സ്ഥല ലഭ്യത ഉള്ളയിടങ്ങളിൽ സൂക്ഷിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് തീരപ്രദേശങ്ങളിൽ സ്ഥാപിക്കും. 2.5 ടൺ, 3 ടൺ ഭാരങ്ങളിലുള്ള 2 തരം ടെട്രോപോഡുകളാണ് ചെല്ലാനം തീരത്ത് സ്ഥാപിക്കുന്നത്. മുംബൈ, മറൈൻ ഡ്രൈവ് പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ടെട്രോപോഡുകൾ പ്രദേശത്തെ സുരക്ഷിതത്വത്തിനൊപ്പം ടൂറിസം സാധ്യതയും വർദ്ധിപ്പിക്കും. 344.2 കോടി രൂപയാണ് ടെട്രോപോഡ് സ്ഥാപിക്കാനുള്ള പദ്ധതിക്കായി ജലസേചന വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്.
സംസ്ഥാനത്ത് കടലേറ്റം ശക്തമായ 10 ഹോട്ട്സ്പോട്ടുകളിൽ തീവ്രമായ തീരശോഷണം നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ചെന്നൈ ആസ്ഥാനമായ നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് സെന്റർ നടത്തിയ വിദഗ്ധ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തീരസംരക്ഷണമാണ് പ്രദേശത്ത് നടത്തുവാൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെല്ലാനം തീരത്താണ് ആദ്യമായി തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. എഴുപുന്ന പഞ്ചായത്ത് 12-ാം വാർഡിൽ കൂവക്കാട്ട് പ്രദേശത്ത് ഓരുമുട്ട് സ്ഥാപിക്കാത്തത് മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. കുടുംബശ്രീ പ്രവർത്തകരുടെ കൃഷികളടക്കം ഉപ്പുവെള്ളം കയറി നശിക്കുന്നു. കഞ്ചാവ് മാഫിയകളുടെ ഭീഷണിയും നാട്ടുകാർ നേരിടുന്നു. എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ കൂവക്കാട്ട് പ്രദേശത്ത് യഥാസമയം ഓരുമുട്ട് സ്ഥാപിക്കാത്തത് മൂലം പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളുടെ വീടും പുരയിടവുമെല്ലാം ഉപ്പുകയറി നശിക്കുന്നു. കരാറെടുത്ത വ്യക്തി മുൻകൂറായി പണം വാങ്ങിയിട്ടും യഥാസമയം മുട്ട് സ്ഥാപിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപണമുന്നയിക്കുന്നത്. ഇതുമൂലം 12-ാം വാർഡിലെ സൗന്ദര്യ കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയിട്ടുള്ള പച്ചക്കറി കൃഷി പൂർണ്ണമായും ഉപ്പുവെള്ളം കയറി കരിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടുത്തെ മുട്ട് മാത്രം ഇടില്ല, ബാക്കി എല്ലാ സ്ഥലത്തും 2-3 മാസത്തിന് മുമ്പ് മുട്ടിടുന്നതാണ്. ഇവിടുത്തെ മുട്ട് മാത്രം എന്തോ ഇവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള വൈരാഗ്യം എന്താണെന്നറിയാൻ പറ്റില്ല. ഇവിടുത്തെ മുട്ട് മാത്രം ഇടില്ല. ഇവിടെ ഈ പ്രദേശത്തുള്ള വീടുകളിലും മുറ്റങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ട് വീടൊക്കെ നശിക്കുകയാണ്. തോളം മൊത്തം ഇങ്ങനെ ഞങ്ങൾ ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ട് വലയുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് അവർ 2 മാസം മുമ്പേ വരെ ഞങ്ങൾ മുട്ടിടാൻ പോവുകയാണ്. നിങ്ങളെല്ലാം തയ്യാറായിട്ടിരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഈ 2 മാസം കഴിഞ്ഞിട്ടും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വെള്ളം കയറി എല്ലാം നശിച്ചു. പ്രദേശത്തെ ഒട്ടേറെ ആളുകൾ കനത്ത തോതിൽ ഉപ്പുവെള്ളം കയറുന്നത് മൂലം വീടുകൾ ദ്രവിച്ച് തെള്ളി നശിക്കുന്ന അവസ്ഥയും വലിയ പ്രതിഷേധമുയർത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് MLA, MP തുടങ്ങിയ ഉന്നതരായ ജനപ്രതിനിധികൾക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല. പഞ്ചായത്തിലെ മറ്റു സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും കൃത്യമായി ഓരുമുട്ട് സ്ഥാപിക്കാൻ കരാറുകാർ തയ്യാറാകാറുണ്ടെങ്കിലും ഈ ഭാഗത്ത് മാത്രം തങ്ങളോട് ശത്രുത കാണിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഓരോരുത്തർ വന്ന് ഈ കഞ്ചാവ് ആരും ഞാൻ തിരിഞ്ഞു നോക്കിയല്ലോ, പലരും പരാതി പറയും. പഞ്ചായത്തിൽ പരാതി പറഞ്ഞ് പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും വിളിക്കും. ഇവിടെ കഞ്ചാവിന്റെ ശല്യം ഭയങ്കര. കൂടാതെ വിശാലമായ കൂവക്കാട്ട് പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ രാത്രിയും പകലും കഞ്ചാവ് സംഘങ്ങളുടെ വ്യാപനവും നാട്ടുകാർക്ക് ദുരിതമാണ് നൽകുന്നത്. കൊച്ചി പോലുള്ള ഇടങ്ങളിൽ നിന്നും എത്തുന്ന കഞ്ചാവ് സംഘങ്ങൾ രാത്രിയും പകലുമെല്ലാം പ്രദേശവാസികൾക്ക് ഭീഷണി ഉയർത്തുകയാണ്. ഇത് സംബന്ധിച്ച് പരാതി പറയാൻ പോലും നാട്ടുകാർക്ക് കഴിയുന്നില്ല. ഇവരുടെ ഭീഷണിയാണ് ഇതിന് കാരണം. പോലീസും ഇക്കാര്യത്തിൽ വേണ്ടത്ര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. സാധാരണക്കാരായ 100 കണക്കിന് ആളുകളാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്. അധികാരികൾ തങ്ങളുടെ ദുരിതവും ജീവിത പ്രശ്നങ്ങളുമെല്ലാം കണ്ടില്ലെന്നടിക്കുന്നതിൽ കനത്ത പ്രതിഷേധത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, എരമല്ലൂർ. യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. മൂവാറ്റുപുഴ മുളവൂർ പുന്നിരിക്കപ്പറമ്പ് വെള്ളത്തിനാനിക്കൽ എബിൻ ജോണിന്റെ ഭാര്യ സോമിലി എന്ന 22-കാരിയാണ് മരിച്ചത്. 2.5 വർഷം മുമ്പാണ് എബിൻ ജോണിന്റെയും സോമിലിയുടെയും വിവാഹം നടന്നത്. 1.5 വയസ്സുള്ള ഒരു കുട്ടിയും ഇവർക്കുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഭർത്തൃവീട്ടിൽ മർദ്ദനമേറ്റതായി സോമാലി മാതാവിനോട് ഫോണിൽ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സോമിലിയുടെ മാതാവ് കുറ്റിലഞ്ഞിമറ്റത്തിൽ വീട്ടിൽ മിനി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കൊച്ചിൻ ചാനൽ. അരൂർമുക്കത്ത് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ അക്വയർ ചെയ്തിട്ടുള്ള സ്ഥലത്ത് മാലിന്യം തള്ളി. രാത്രികാലത്ത് വാഹനത്തിൽ കൊണ്ടുവന്നാണ് വലിയ തോതിൽ മാലിന്യം തള്ളിയതെന്ന് നാട്ടുകാർ. അരൂർമുക്കത്ത് 10 വർഷം മുമ്പ് നവീന രീതിയിലുള്ള ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ അക്വയർ ചെയ്ത ഭൂമിയിൽ കഴിഞ്ഞ രാത്രിയിൽ വാഹനത്തിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളിയതായി പരാതി ഉയർന്നു. പ്ലാസ്റ്റിക് കൂടുകളും കടലാസുകളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഒക്കെ ഇതിൽ ഉണ്ട്. ഇൻഡസ്ട്രിയൽ മേഖലയിലായതിനാൽ രാത്രികാലങ്ങളിൽ ഒഴിഞ്ഞ പ്രദേശത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതാണ് ഇവിടെ ഇത്തരത്തിൽ മാലിന്യം തള്ളാൻ വിനിയോഗിക്കാൻ കാരണമായിട്ടുള്ളത്. പഞ്ചായത്ത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയത് JCB ഉപയോഗിച്ച് വെട്ടി മൂടിയിരുന്നു. വീണ്ടും മാലിന്യം തള്ളുന്നതിനെതിരെ മുക്കംകോളിലുള്ളവർ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എരമല്ലൂർ. കേരളത്തിലെ കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളോട് സർക്കാർ കാണിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കോൺട്രാക്ട് ക്യാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അസോസിയേഷൻ ഭാരവാഹികൾ. കേരളത്തിലെ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളോട് സർക്കാർ കാണിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കോൺട്രാക്ട്
കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ അവസ്ഥ ആ ഒരു രീതിയിലാണ്. കാരണം ഫ്രീ വണ്ടികൾ, അതായത് ബാങ്കുകളുടെ ലോണിൻ്റെ ബുദ്ധിമുട്ടുകളില്ലാത്ത വണ്ടികൾ ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് EMI ഉള്ളത് അടച്ച് എങ്ങനെയും നിലനിൽക്കാനാണ് ഇപ്പം നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊറട്ടോറിയം അല്ലെങ്കിൽ റീസ്ട്രക്ചർ ഒന്നും തന്നെ രണ്ടാമത്തത് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞിരുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ ഫ്രെയിംവർക്ക് 2 ഈ പറഞ്ഞ 80% വരുന്ന ആളുകൾക്കും കിട്ടിയില്ല. അതിന് കാരണം ഈ MSME എടുത്തത് കൊണ്ടാണെന്ന് പറയുന്നു. എന്തായാലും അതിൻ്റെ ഒരു ഭീകരാവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ മൊറട്ടോറിയം കിട്ടാതെ വന്നതുകൊണ്ട് വണ്ടികളെല്ലാവരും പിടിച്ചുകൊണ്ട് പോവുകയാണ് ബാങ്കുകൾ. ഇപ്പോൾ ഒരു 2-3 മാസത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2000-ന് മുകളിൽ വണ്ടികൾ എല്ലാവരും പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഏറ്റവും നമ്മുടെ കേരളത്തിൽ നിയമത്തിനും അല്ലെങ്കിൽ പോലീസിലും ഒക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് പറയുകയാണ്. കേരളത്തിൽ അത്ര സാധ്യമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവരുടെ ഒരു പുതിയൊരു സെനാറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലും ബാംഗ്ലൂർക്കും ട്രിപ്പ് ഉണ്ടെന്ന് പറയും. ഇത് കോൺട്രാക്ട് കാരേജ് വണ്ടികളാണല്ലോ, ടൂറിസ്റ്റ് വണ്ടികളാണ്. അപ്പോൾ ട്രിപ്പ് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ആ എയർപോർട്ടിൽ വെച്ച് വണ്ടികൾ അവർ സീസ് ചെയ്യുകയാണ്. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളോട് സർക്കാർ അവഗണന തുടരുമ്പോൾ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് വെളിയിൽ അനധികൃതമായി വാഹനങ്ങൾ കണ്ടുവേണം എന്ന സംഘടന നിരന്തരമായ ആവശ്യപ്പെട്ടെങ്കിലും ഈ സൗകര്യം സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അനുവദിക്കാനുള്ള ശ്രമമാണ് ബജറ്റിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് റോഡ് നികുതി അടയ്ക്കുന്നതിന് കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നത് മൂലം സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തീയതി നീട്ടി നൽകിയപ്പോൾ അതേ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളോട് സർക്കാരിൻ്റെ ചിറ്റമ്മ നയം നീതീകരിക്കാനാവില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺട്രാക്ടറായ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിനു ജോൺ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് റിജാസ് AJ, ജില്ലാ ജനറൽ സെക്രട്ടറി അനൂപ് മഹാദേവ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ എറണാകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. കൈക്കൂലി ആരോപണത്തെ തുടർന്ന് അരൂർ വില്ലേജ് ഓഫീസിൽ കയ്യാങ്കളിയും സംഘർഷവും. അറിവ് ആയുധമാണെന്നും അത് ഫലപ്രദമായി ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും കഴിയണമെന്ന KN ഉണ്ണികൃഷ്ണൻ MLA. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുങ്കം പാലത്തിന്റെ നവീകരണം നിലച്ചിട്ട 4 മാസം. സംസ്ഥാനത്ത് 7780 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,192 സാമ്പിളുകൾ പരിശോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിനോട് സമാപിച്ചു. നന്ദി.